നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ ഒരു അനദർ ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ നമ്മൾ രാവിലത്തെ ലൈവൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാവരും പ്രോഫിറ്റബിൾ ആണ്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു സെനാരി വെച്ചിട്ടൊരു ലൈവ് എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് മൈൻഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊരു പിൻബാറായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. RSI ഗ്രീനിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ 92 ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 92 ഒരു എൻട്രി എടുത്തിട്ട് നമ്മൾ 90 സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുകയാണ്. 2 പോയിൻ്റാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മളുടെ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ടാർഗറ്റുകളാണ്, 4 ടാർഗറ്റുകൾ എടുക്കാം. ഒന്ന് 92 നിന്ന് 102 107 വരെയുള്ള ഓൾറെഡി ഒരു 12 പോയിൻ്റ് 115 പോയിൻ്റ് നമുക്ക് എടുക്കാം. സെക്കൻഡ് തിങ് നമുക്ക് 113 ഒരു ടാർഗറ്റാണ്. തേർഡ് വന്നിട്ട് 127 ഒരു ടാർഗറ്റാണ്. ഫോർത്ത് വന്നിട്ട് 135 ഒരു ടാർഗറ്റാണ്. പിന്നെ എൻ്റെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് 150 ആണ്. അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ 156. പിന്നെ ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ്. പിന്നെ 200 ഉണ്ട്, 227 ഉണ്ട്. നമ്മളെപ്പോഴും ഡിസിപ്ലിനായിട്ടുള്ളൊരു ട്രേഡ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിനെ കുറിച്ചോ ഈ ചാർട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടായിരിക്കാം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക്. അപ്പോൾ അവർക്ക് എൻ്റേതായിട്ടുള്ള ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഇപ്പോൾ തെളിഞ്ഞു വരും, നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാം. കണ്ടതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. ഓൾറെഡി ഞാനൊരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു 1 ഇയറായിട്ട് മേലെ ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ബേസ്ഡുള്ള ഒരു ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ കൂടുതലായിട്ടും പഠിപ്പിക്കുന്നത്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ട്രേഡിംഗ് ഒക്കെ പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ അവൈലബിളാണ്. അതിനകത്തൊക്കെ നോക്കി പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ പഠിച്ചിട്ട് ഒരുവിധം എക്സ്പീരിയൻസ് ഉള്ള ആളുകളോ ലോസ് ഉള്ള ആളുകളോ ആണ് കൂടുതലും ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലുള്ളത്. ഇപ്പോൾ ബിഗിനേഴ്സ് വന്നാലും ഞാൻ പറയും നിങ്ങളോട് ബേസിക്കൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഈ ചാർട്ടിലേക്ക് കടക്കാനായിട്ടാണ് ഞാൻ മെജോറിറ്റി പറയാറുള്ളത്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ഈ ആഴ്ച കംപ്ലീറ്റ് 15 മിനിറ്റ്സിൻ്റെ, കഴിഞ്ഞ ആഴ്ച തൊട്ടേ 15 മിനിറ്റ്സിൻ്റെ ലോങ് ഡ്രൈവ് ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്തെടുത്തിട്ടുള്ള എൻട്രീസാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള എൻട്രിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ വ്യൂ പറയുന്ന റൂമുകളുണ്ട്. നമ്മുടെ ടാർഗറ്റുകളൊക്കെ ഓൾറെഡി രാവിലെ അച്ചീവ് ആണ്. 10-25 പോയിൻ്റ് മേലെ രാവിലെ മൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിടാത്ത എന്താണെന്ന് വെച്ചാൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ലൈവ് റെക്കോർഡ് ചെയ്തിടാത്തത്. കുറച്ചും കൂടെ വരുന്ന ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റെക്കോർഡിങ് ഇടാത്തത്. പക്ഷെ എന്നിരുന്നാലും ഈ റെക്കോർഡിങ് ഇട്ട് ശീലിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു 10 പോയിൻ്റ് കിട്ടുന്ന വീഡിയോസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്യാച്ച് ചെയ്തിട്ട് ഇട്ട് കാണിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ റെക്കോർഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി 108 ആയിട്ടുണ്ട്. നമ്മൾ 92 എടുത്തത്. 92, 102, 14 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ടാർഗറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് നമുക്ക് വന്നിട്ട് ഒരു 112, അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ 135, 150 എൻ്റെ ഒരു ഡ്രീം ടാർഗറ്റാണ്. പിന്നെ 156 യെല്ലോ ലൈൻ മുട്ടുമ്പോഴുള്ള ടാർഗറ്റുകളാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ. നമുക്ക് ഓരോ ടാർഗറ്റ് എത്തുമ്പോഴും ഞാൻ വീഡിയോ കാണിക്കാം. 10-15 മിനിറ്റിൽ വീഡിയോ തീർക്കാമല്ലോ എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. 107 തൊട്ട് 150 വരെയും 10-40 പോയിൻ്റ് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് രാവിലത്തെ എൻട്രി ആയിരുന്നു 155 to 175, 20 പോയിൻറ്റ്സ് ആണ് ഓൾറെഡി റീച്ച് ചെയ്തത്. അത് ഓൾറെഡി റീച്ച് ചെയ്ത് കുറേ ആളുകളൊക്കെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് രാവിലത്തെ ട്രേഡ്. പിന്നെ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ലൈവിന് വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ചാർട്ടിൻ്റെ റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ 121, 123, 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 നമ്മളുടെ
ഡ്രീം പ്രൊജക്റ്റാണ്. ഡ്രീം പ്രൊജക്റ്റിൽ നമുക്ക് 150 വരുമ്പോൾ ഇറങ്ങാം. ഓൾറെഡി നമ്മൾ നോക്കിയേ, നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, ഒരു പിൻബാർ വന്നു, RSI മേളിലോട്ട് കയറി, വളരെ സിമ്പിളായിട്ട് നമ്മൾ ട്രേഡ് എടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ 10 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരാനില്ല. നമ്മുടെ ലക്ഷ്യം ഒന്നെങ്കിൽ 135 ഇറങ്ങാം, 127 ഇറങ്ങാം, 150 ഇറങ്ങാം, 157 ഇറങ്ങാം. പക്ഷേ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് 10 പോയിന്റും അതിൽ ഇപ്പോൾ 92 നമ്മൾ എൻട്രി എടുത്തത്. ഇവിടെ ബൈയുടെ ആരോ കാണാം, സൈസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബൈയുടെ ലെവലൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈവൻ 92 ഇതിൻ്റെ പിക്ക് ഈ ഒരു ലെവൽ 122 വരെ എടുത്തു കഴിഞ്ഞാൽ എത്രയായി? 122 മൈനസ് 92, 30 പോയിന്റ് വളരെ സിമ്പിളായിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെ ധാരാളം. ഇപ്പോൾ എൻ്റെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപ കിട്ടാൻ വേണ്ടി ഞാൻ കിടന്നിട്ട് പെടാപ്പാട് പെട്ടിട്ടുണ്ട്. ചവറ് പോലെ ട്രേഡ് എടുക്കുക, ലോഡ് സൈസ് കൂട്ടുക, മൈൻഡ് സെറ്റ് ആവാതെ വരിക, റിവഞ്ച് ട്രേഡിലേക്ക് പോവുക. അപ്പോൾ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ട്രേഡിലേക്കൊക്കെ ഒതുങ്ങി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്, അതിപ്പോൾ ഒരു രാത്രി കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല. ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഈ ഒരു പാറ്റേണും 1.5 വർഷമായിട്ട് ഈ ഒരു ചാർട്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് ചാർട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ എവിടെ ഉണ്ടാവുമെന്ന് ഞാൻ അറിയാതെ തന്നെ എൻ്റെ സ്കില്ല് ഡെവലപ്പായിട്ട് വന്നതാണ്. മെജോറിറ്റി ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഈ ലൈവ് ചെയ്യുന്നത് കൊണ്ടും. കാരണം ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ചുമ്മാ നമ്മൾ പൊട്ടൻ മാവേട്ട് എറിയുന്ന പോലെ എറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു 10 ചെയ്തിട്ടുണ്ടെങ്കിൽ 10ൽ 8 ലോസായാലും 10 വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആവറേജ് ലോസ് റിക്കവർ ചെയ്തായിട്ടുള്ള പ്രോഫിറ്റിലേക്ക് കയറണ്ടേ. അപ്പോൾ ഇത് വേറൊന്നുമല്ല, കുറച്ച് പടയാളികളെ വിട്ടിട്ട് ഈ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആളുകളെ വിട്ടതിൻ്റെ സീനാണ്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മെയിൻ ഗാഡി ഇപ്പോൾ അംഗരക്ഷകർ പോയിട്ട് ഇവിടെയൊക്കെ നോക്കിയിട്ട് വന്നേക്കുക, ഇവിടെ എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ഇനി അവിടെ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി രാജാവും പരിവാരങ്ങളൊക്കെ നേരെ ഇങ്ങോട്ട് പതുക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ ടിപ്പടിക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളൊക്കെ ആ പരിസരത്തൊക്കെ ഉണ്ടാകാം. കാരണം ഇവിടെ ഈ ഒരു യെല്ലോ ലൈൻ്റെ ടിപ്പ് ഇടിച്ചത് കൊണ്ടാണ് 122 വരെ പോയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 92 എടുത്താലും 122 ഇറങ്ങിയാലും നമ്മളെ സംബന്ധിച്ച് ഹാപ്പിയാണ്. മാർക്കറ്റ് പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാവുകയേ വേണ്ടു. നമ്മൾ അതിൽ നിന്ന് എല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ ഊറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഒരു 150 ഒരു ഡ്രീം ലൈനായിട്ട് കിടക്കുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ 130 ഒരു ലൈനായിട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ നമുക്ക് നോക്കാം. പിന്നെ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. കാരണം അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നാളെ ഇതൊരു ക്രോസ് ഓവർ 200 പോയിൻ്റ് വരെ അപ്പാവാം, ചിലപ്പോൾ 50 പോയിൻ്റ് അപ്പാവാം, ചിലപ്പോൾ 30 പോയിൻ്റ് അപ്പാവാം, ചിലപ്പോൾ 10 പോയിൻ്റ് അപ്പാവാം, ചിലപ്പോൾ അത് ലോസിലേക്കും പോവാം. പക്ഷെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ മുറുകെ പിടിച്ചിട്ട് അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തഥാസ്തു എന്നാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അയ്യോ ഇതെനിക്ക് ലോസ് വരുമോ എന്നും വിചാരിച്ചുകൊണ്ടാണ് ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സിയിൽ മൂവ്മെൻ്റ് ഉള്ള സ്ഥലത്ത് പെട്ടെന്ന് സിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ക്വിറ്റ് ചെയ്തിട്ട് പിയിലേക്ക് എടുക്കും, അല്ലെങ്കിൽ നമുക്ക് പി എടുക്കാം. കാരണം എന്താ, നമ്മുടെ ഉള്ളിൽ ലോസ് വരുമോ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അത് കുറച്ച് ടെക്നിക്കൊക്കെയാണ്. പ്രീവിയസ് ആയിട്ടുള്ള ഒരു സബ്കോൺഷ്യസ് മൈൻഡ് എന്ത് പറയും, അയ്യോ അവൻ്റെ കോൺഷ്യസ് മൈൻഡ് അവന് ലോസ് വരുമോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വിചാരങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവന് ലോസ് വരുമോ എന്നാണ് അവൻ പറയണം. അപ്പോൾ അവന് ലോസ് വരുത്തണ്ടേ, അപ്പോൾ ലോസ് വരുത്തുന്ന ഒരു കാര്യത്തിൽ കയറ്റി അവനെ പിടിപ്പിക്കാം. അപ്പോഴാണ് നമ്മൾ റോങ് സൈഡിട്ട് പോകുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യത്തെ 10 പോയിൻ്റ് ഓൾറെഡി മൂവാണ്, നമ്മളതിൽ കൃത്യമായിട്ട് ഇറങ്ങും എന്നുള്ളൊരു താല്പര്യം എടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇത് ലോവിലേക്ക് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. 105.55 ഓപ്പൺ പ്രൈസ്. അത് മുകളിലേക്ക് കുതിക്കാൻ വേണ്ടി താഴത്തോട്ട് ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഒന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 92, ഒന്നെങ്കിൽ എൻ്റെ 92 സ്റ്റോപ്പ് ലോസ് അടിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ 130 അല്ലെങ്കിൽ 150 എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. അത് പറന്നുപോയി ഹിറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഏതെങ്കിലും ഉറച്ചേ ഞാൻ നിൽക്കുള്ളൂ.
എൻ്റെ മനസ്സിലെ ധൈര്യം മുഴുവൻ ഈ സാധനം അറ്റ്ലീസ്റ്റ് 130 വരെയെങ്കിലും വരും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ തീരുമാനിച്ച ചിലപ്പോൾ പിയിലാണെങ്കിലും സീയിട്ട് അറിയാതെ നമ്മൾ കയറിപ്പോവും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾറെഡി RSI ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകണം. പറന്ന് പോകണമെങ്കിൽ പറന്ന് പോട്ടെ. 130 വലിയ കുഴപ്പമില്ല. പിന്നെ 150 ആണ് നെക്സ്റ്റ് ടാർഗറ്റ്. അപ്പം ഇത് ക്രോസ് ഓവർ ആവണ വരെ അവിടെ നിൽക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. നൂറ്റി 12 നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട്, ന്യായമായിട്ടുള്ളൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 151.66 ഈ ഒരു യെല്ലോ ലൈൻ നിൽക്കുന്നത്. 150.40 നമ്മുടെ ബ്ലൂ ലൈൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു സംഗമസ്ഥാനമാണ്. അപ്പോൾ അടുത്ത ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ ന്യായമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 റെഡ് ക്യാൻഡിൽ വന്നതിന് പകരം 2 ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം 11:15 കൂടി നമ്മളുടെ വണ്ടി 150-ലെത്താനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 50 മിനിറ്റ്സ് ചെയ്യുമ്പോൾ വേറൊരു സമാധാനമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓവറായിട്ട് ട്രേഡുകൾ ചെയ്യില്ല. ഒരു ദിവസം മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 50 മിനിറ്റ്സ് മാത്രം, അതായത് ഈ ഒരു ചാർട്ട് ബേസ് കേട്ടോ, കോമൺ ആയിട്ടുള്ള ചാർട്ടല്ല, ഒരു പ്ലെയിൻ ചാർട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ബ്രേക്ക് ചെയ്യാത്തതെന്ന് പ്ലെയിൻ ചാർട്ടിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ചാർട്ടിൽ നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ ബ്രേക്ക് ചെയ്യാത്തത്, എപ്പോഴൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാം. പിന്നെ പറയാനായിട്ട് വന്നത് 15 മിനിറ്റ്സിൻ്റെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് ഇതിൽ നമ്മൾ ഇട്ടേക്കണ സ്റ്റോപ്പ് ലോസ് 2 പോയിൻ്റാണ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ. ദെൻ അതൊരു 10 പോയിൻ്റാണെന്ന് വെച്ചോ. 10 പോയിന്റിൽ നിങ്ങൾക്ക് ഒരു ദിവസം 15 മിനിറ്റ്സിൽ മാക്സിമം കിട്ടാവുന്ന ട്രേഡ് 3 ട്രേഡാണ്. മനസ്സിലായോ? 3 ട്രേഡാണ് മാക്സിമം കിട്ടാവുന്നത്. 3 ട്രേഡിൽ ഈ പറഞ്ഞ പോലെ മാക്സിമം പോകാവുന്ന 30 പോയിൻ്റാണ് മാക്സിമം സ്റ്റോപ്പ് ലോസ്. 3 ട്രേഡിൽ നിങ്ങൾക്ക് ലോസ് ആവാവുന്നത്. 10 വേണ്ട, 15 കൂട്ടി, വേണ്ട 20 കൂട്ടിക്കോ. 60 ട്രേഡ് സിംഗിൾ ലോട്ടിലാണെങ്കിൽ 3000 രൂപ കിട്ടും. നിങ്ങൾ ഒരു മാസം 10 ട്രേഡ് ചെയ്താലും നിങ്ങൾക്ക് 15 മിനിറ്റ്സിൽ പോകാവുന്നത് 300 പോയിൻ്റാണ്. ബാക്കി 10 ട്രേഡിൽ 50 പോയിൻ്റ് കിട്ടിയാൽ 500 പോയിൻ്റ് കഴിഞ്ഞിട്ട് ബാക്കി 200 പോയിൻ്റ് നമുക്ക് മിച്ചമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോസ് കാണുമ്പോഴത്തേക്കും ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങുക. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 122 വന്നു, പെട്ടെന്ന് താഴത്തേക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞു, അംഗരക്ഷകരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കിയിട്ട് പോയേക്കുക. ഇനിയിപ്പോൾ അത് തിരിച്ച് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 ക്യാൻഡിലോ 3 ക്യാൻഡിലോ ഒക്കെ ആയിട്ട് നമുക്ക് 150 വരെ എത്തുമ്പോൾ നമുക്ക് ഡീസൻ്റായിട്ട് ഇറങ്ങാം. അല്ലെങ്കിൽ 130 എക്സിറ്റ് പ്രൈസ് ഉണ്ട്, ഇല്ലെങ്കിൽ 150 ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പൊക്കോട്ടെ. ഒന്നെങ്കിൽ 130 അല്ലെങ്കിൽ 150, ഇല്ലാന്നുണ്ടെങ്കിൽ 90, 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് പ്രോഫിറ്റബിൾ ആണ്, നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിൾ, ഇവിടെ ഇറങ്ങാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 10 പോയിൻ്റ് ഉള്ളവർക്കും ഗുണമാണ്, ഹോൾഡ് ചെയ്യേണ്ടവരത് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് റെഡ് ക്യാൻഡിൽ വരുമ്പോൾ പേടിക്കണോ, ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് കാണിക്കും. ഇനിയിപ്പോൾ ഒരു 7 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ ക്യാൻഡിലിൻ്റെ സാധനം ചിലപ്പോൾ 130 വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ക്യാൻഡിൽ, അതായത് ഒരു റെഡ് ക്യാൻഡിൽ 3 ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ 2 കാര്യങ്ങളാണ് വരാനായിട്ടുള്ള ചാൻസ്. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഒറ്റ ക്യാൻഡിൽ റെഡ് ആവാം, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോവാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് 130-ലേക്കോ 151-ലേക്കോ മാർക്കറ്റ് വന്നേക്കാം. അപ്പോൾ ഈ യെല്ലോ ലൈൻ വരുന്നവരെ എന്തായാലും കൺസോൾട്ടേഷനാണ്. ഇന്ന് രാവിലെ നമ്മളത് മെൻഷൻ ചെയ്തിട്ടുള്ള കേസാണ്. യെല്ലോ ലൈനിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എടുക്കാതെ, ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു റെഡ് ക്യാൻഡിൽ വന്നു പിന്നെയും മാർക്കറ്റ് താഴത്തോട്ട് പോയാലും അപ്പോൾ ഈ യെല്ലോ ലൈൻ എന്ത് ചെയ്യും, 130-ലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് 95 കഴിഞ്ഞിട്ട് റീ എൻട്രി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 130-ലേക്ക് നമുക്ക് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്താലും പ്ലാൻ പണിത്താൻ ചെയ്യണമെന്ന് നമ്മൾ മടിവേൽ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു 3-4 പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് ട്രേഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചും കൂടെ തട്ടുകേടില്ലാതെ തടി കേടാവാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 1 ലോട്ടിലെടുത്ത് 2 ലോട്ടിലെടുത്ത് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടായിട്ട് ഒരു ടാലി ആയിട്ട് നമുക്ക് പിന്നെ 10 ലോട്ടിലൊക്കെ 15 മിനിറ്റ്സിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസിബിളാണ്. പിന്നെ നമ്മൾ 2 മിനിറ്റ് നോക്കുമ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ ക്രോസ് ഓവർ. അപ്പോൾ
104 ഇത് ഓൾറെഡി എടുത്തതാട്ടോ. 104 123 വരെ എടുത്തതാ. സെക്കൻഡ് ഇതേ കറക്റ്റ് ഒരു പിൻബാർ ക്രോസ് ഓവർ. പിന്നെയും 92 118 വരെ. ഇത് മൂന്നാമത് വീണ്ടും സപ്പോർട്ട് എടുക്കുകയാണ്. RSI താഴത്തോട്ടാണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ വന്നാൽ താഴത്തേക്ക് പോകും. എഗെയിൻ ഇത് റീ എൻട്രി എടുത്തിട്ട് ഇൻസൈഡ് ബാർ ക്യാൻഡിലാണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 ട്രേഡ്, 15 മിനിറ്റ്സിൽ ഒറ്റ ട്രേഡിൽ ഹോൾഡ്. ആ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് തിങ് 30 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 15 മിനിറ്റ്സിൻ്റെ മാത്രമാണ് നമ്മൾ ലൈവിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 30 മിനിറ്റിൽ ക്രോസ് ഓവർ വെച്ചിട്ട് നോക്കിയാലും 135 വളരെ സ്ട്രോങ് ആണ്. പിന്നെ 165, പിന്നെ ഈ പറഞ്ഞ 217, 198 യെല്ലോ ലൈൻ. എന്തായാലും അതങ്ങനെ കിടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഒരു 112 എന്നുള്ള ലെവൽ വളരെ സ്ട്രോങ് ആണ്. ഇനി 15 മിനിറ്റ് കൂടെ ഉണ്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട്. 135 വളരെ സേഫാണ്. സേഫായിട്ടുള്ള ഒരു ഏരിയ ആണ് 135. RSI ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ 146 ആയിട്ടുണ്ട്. 146 ആണെങ്കിലും ഓപ്പൺ 148 ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. അപ്പോൾ എൻട്രി എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഈ റെഡ് കാണുമ്പോൾ പേടിക്കും. അയ്യോ റെഡ് ആവുന്നല്ലോ, ഇറങ്ങിപ്പോകാം. പക്ഷെ നമ്മൾ 90 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 90 വരാതെ നമ്മൾ എന്തായാലും ഇറങ്ങത്തില്ല. ഈ റെഡ് എന്ന് പറയുന്നത് മുകളിലേക്ക് കുതിക്കാൻ വേണ്ടി താഴത്തോട്ട് ഇറങ്ങണതാണ്. ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് ഞാൻ പറയാറില്ല. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് മുകളിലേക്ക് മാർക്കറ്റ് കുതിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ. അപ്പോൾ എനിക്ക് ടെൻഷനില്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചാലും പിന്നെ അത് റീ എൻട്രി എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടും. പിന്നെ സെക്കൻഡ് തിങ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തേക്കുന്നതാണ്. റെഡ് ക്യാൻഡിൽ 3 ക്യാൻഡിൽ അപ്പ് കഴിഞ്ഞിട്ട് നല്ലൊരു ക്യാൻഡിൽ 95ലേക്കോ 101ലേക്കോ 95ലേക്കോ ഒരു ഡംപ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് വന്നു 1 2 3 4, അതായത് ഒരു സ്ക്വയർ ബോക്സ് പോലെ. നമ്മൾ ഓൾറെഡി 5-10 മിനിറ്റ് മുമ്പേ, അതായത് പ്രീവിയസ് ക്യാൻഡിൽ മുമ്പേ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് ഒരു 101.90 റിജക്ഷൻ കിടക്കുന്നത് കാരണം 2 രീതിയിലാണ്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, അല്ലെങ്കിൽ മുകളിലോട്ട് നല്ല രീതിയിൽ കുതിക്കാൻ വേണ്ടി താഴത്തോട്ട് വരുന്നു എന്നുള്ളത് ഒരു മെൻഷനാണ്. അപ്പോൾ നമ്മളവിടെ പേടിക്കാതെ പതറാതെ ഇരിക്കുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. ഇപ്പോൾ 10 ലോട്ടിലാണെങ്കിലും 1000 രൂപയെ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇതിനകത്തില്ല. ഓൾറെഡി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രോഫിറ്റ് കുറച്ച് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് കാരണം വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതേപോലെ തന്നെ തിരിച്ച് മൂവപ്പ് ചെയ്ത് പോകാം. ഈ യെല്ലോ ലൈൻ മുകളിലുള്ളിടത്തോളം കാലം നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ടാർഗറ്റ് 130 ആണ്. നമ്മൾ കഴിഞ്ഞ ക്യാൻഡിലിൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അപ്പോൾ നമ്മൾ 2 രീതിയിലാണ് മെൻഷൻ ചെയ്തത്. ഒന്ന് 101 ഒരു സപ്പോർട്ട് സോണാണ്. പിന്നെ ഈ 3 ഗ്രീൻ ക്യാൻഡിലിനൊപ്പത്തിനുള്ള റെഡ് ക്യാൻഡിൽ വരാം. മൂന്നാമത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. ഈ 3 പ്ലാനാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ക്യാൻഡിൽ ഒരു അപ്പാവുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ ഏകദേശം ഈ ഒരു 112 നിന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ആവാം, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ഔട്ടായിട്ട് മുകളിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ യെല്ലോ ലൈൻ 141ലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വന്ന് നിൽക്കാനുള്ള ഒരു ഏരിയ 130 ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും 130 ആർത്തി ഇല്ലാതെ ഇറങ്ങാൻ പറ്റുന്നൊരു സേഫ് സോണായിട്ട് നമ്മൾ രാവിലെ തൊട്ട് പറയുന്നുണ്ട്. 130 135 ഒക്കെ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് നമ്മൾ എടുത്തത് എനിക്ക് തോന്നുന്നു ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ 10:45 കഴിഞ്ഞ് 10:45 എടുത്ത എൻട്രിയാണ്. ഇതുവരെ 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇത് മുകളിലോട്ട് പോകാൻ വേണ്ടി താഴത്തോട്ട് കുതിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് താഴത്തോട്ട് പോകും. അങ്ങനെ 3 പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെഡ് കണ്ടൊന്നും നമ്മൾ പാനിക് ആവില്ല, നമ്മൾ പേടിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ട് 2 പോയിൻ്റ്. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കണം റെഡ് കാണുമ്പോൾ?
ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്തില്ലേ കളരിക്ക് പുറത്ത് എന്നുള്ള സിസ്റ്റമാണ് ട്രേഡിങ്ങിൽ സക്സസ് ആവത്തുള്ളൂ. നമ്മൾ പലതരത്തിൽ പല രീതിയിലുള്ള മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു സ്ട്രാറ്റജി ഒന്നും മേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു ധൈര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് കണ്ട് പരിചയപ്പെട്ട് നമുക്ക് ആ ഒരു ധൈര്യം നമുക്ക് ചാർട്ടിനോടുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായി വരത്തുള്ളൂ. ഇപ്പോൾ പലതവണ ഈ ഒരു വെള്ളക്കുത്തിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഒന്ന്, രണ്ട്, ഒരു തവണ ബ്രേക്ക് ചെയ്ത് പോയി തിരിച്ച് താഴത്തോട്ട് വലിച്ചു. 2, 3, നാലാമത്തെ തവണയാണ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യത്തെ തവണ ചെറുതായിട്ടൊന്ന് തള്ളി, രണ്ടാമത് ഇത്തിരി കൂടെ ബലം കൊടുത്തു, മൂന്നാമത് ഇത്തിരി കൂടെ ബലം കൊടുത്തു, നാലാമത് ബലം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് അടുത്ത ക്യാൻഡിലോട് കൂടിയോ ഒരു നല്ല രീതിയിൽ തുറക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ട് തിരിച്ചു പോരാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ശക്തിയായിട്ട് തുറക്കുമ്പോൾ എന്താ നമ്മളും വാതിലൊക്കെ കൂടെ അകത്തോട്ട് കിടക്കും. അതായത് നല്ല വോളിയത്തോടു കൂടിയുള്ള മൂവ്മെൻറ്റ് ഹൈ ക്യാൻഡിൽ മൂവ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ 121 ഈ ക്യാൻഡിൽ പോയി നിൽക്കുന്നത്. കിട്ടുമ്പോൾ എന്തായാലും 130 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് 125 ട്രെയിൽ ചെയ്ത് വെക്കാം.
സോറി, എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെറുതെ ഒരു 20 മിനിറ്റ് വീഡിയോ ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ പോസ് ചെയ്യാനായിട്ട് മറന്നുപോയി. അതിനിടക്ക് 2 മിനിറ്റിലൊക്കെ നമ്മൾ നോക്കി കുറേ ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു നോക്കി. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അറിയാനായിട്ട് വീണ്ടും 2 മിനിറ്റിൽ RSI മുകളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾക്ക് രണ്ട് തീരുമാനമുള്ളൂ. ഒന്നെങ്കിൽ എനിക്ക് മഞ്ഞ ലൈൻ മുട്ടണം, ഇല്ലെങ്കിൽ എൻ്റെ 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കണം. അതിനപ്പുറത്തേക്ക് വേറെ തീരുമാനങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലോ വന്നിരിക്കുന്നത് 95 വരെ വന്നിട്ടുണ്ട്. നമ്മൾ 90-ലാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത്, 89.75. അപ്പോൾ അത് 95 വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മുടെ യെല്ലോ ലൈൻ 30-ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, 130-ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മടക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടത്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടില്ലായിരുന്നു, ഹോൾഡ് ചെയ്യായിരുന്നു. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. എന്നിരുന്നാലും നമ്മൾ ടോട്ടലി ഉള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി 10 പോയിൻ്റ് 15 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെത് മെജോറിറ്റി 10 പോയിൻ്റാണ് എൻ്റെ ഡെയിലി ടാർഗറ്റ്. പിന്നെ ഇതിൽ 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടത് കാരണം കുറച്ച് പോയിൻ്റ് കിട്ടിയിട്ടും റീ എൻട്രി ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലോസൊന്നും എന്തായാലും വരത്തില്ല. നമ്മുടെ യെല്ലോ ലൈനാണ് നമ്മുടെ മാക്സിമം നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അഭിമാനിക്കാനുള്ളൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ 92-ൽ എടുത്ത എൻട്രി എപ്പോൾ എടുത്താണെന്നറിയോ? 10:55, 10 മണി, ഇവിടെ ഈ ക്യാൻഡിൽ 10:53 എടുത്ത എൻട്രിയാണ്. സമയം ഇപ്പോൾ 12:28. എത്ര നേരം കഴിഞ്ഞെന്ന് ആലോചിക്കണം. ഇതുവരെ 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അടിച്ചാലും നമുക്ക് സങ്കടമില്ല. കാരണം 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇത്ര നേരമായിട്ടും അടിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ എൻട്രി പക്ക എൻട്രിയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പോയിന്റിൽ ഇറങ്ങിയില്ല എന്നുള്ള ചെറിയൊരു ഇഷ്യൂ മാത്രമാണ് ഓരോരുത്തരുടെയും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ളൊരു ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും ഇതിനും വേണ്ടിയിട്ടാണ്. ഇവിടെ ഓൾറെഡി മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 92.5 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റാണ്. 95-ൽ വേണമെങ്കിൽ ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലിടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഇതൊരു റോങ് ഡിസിഷനാണ്. വീണ്ടും നമുക്കതൊക്കെ താഴത്തോട്ട് പോയാലും തിരിച്ച് കയറി വരുമ്പോൾ വീണ്ടും നമുക്ക് എൻട്രി പോസിബിളാണ്. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ വന്നിരിക്കുന്നത് 91.45 ആണ്. നമ്മൾ 90-ലാണ് നമ്മളുടെ എൻട്രി, അല്ല 92-ലാണ് നമ്മളുടെ എൻട്രി, 90 സ്റ്റോപ്പ് ലോസ്. രാവിലെ എടുത്ത ട്രേഡാണ്. ഇതുവരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. സമയം 12:38. നമ്മളെന്താണെങ്കിലും ഒന്നെങ്കിൽ നമ്മളുടേത് 90 സ്റ്റോപ്പ് ലോസ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടേത് 130 അല്ലെങ്കിൽ 128.57 നമ്മളുടെ ടാർഗറ്റ്. ഇതെന്താണെങ്കിലും നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻ ഒരു പീരീഡൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് എവിടം വരെ വന്നിരുന്നു? ഒരു തവണ കൂടെ 109 ഭാഗത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ RSI ഏതാണ്ടൊക്കെ റെഡിനെ ക്രോസ് ചെയ്തു, ബോർഡർ ലൈനൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് മാർക്കറ്റിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സീൻ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഹൈ വോൾട്ടാലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഇനി വരുന്നത്. ഇതിപ്പോൾ താഴത്തേക്ക് വന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മുകളിലേക്ക് കുതിക്കാൻ വേണ്ടി തന്നെ താഴത്തേക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരു തവണ മാർക്കറ്റ് എവിടെയാണ് ഹൈ 110 ബ്രേക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഇനി അടുത്തൊരു ടാർഗറ്റ് 121 ആണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് 130 ആണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇനിയുള്ള ക്രോസ് ഓവർ, അതായത് ഒരു ക്രോസ് ഓവറിൻ്റെ സെനാരിയോ വന്നു. നമ്മൾ 92-ലെടുത്തിട്ട് മാർക്കറ്റ് ലോ എത്ര വരെ വന്നു? ലോ 91.45 വരെ വന്നു. നമ്മൾ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ഇല്ലെങ്കിൽ മഞ്ഞ വര. ഈ 2 തീരുമാനം എടുത്തതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ഇല്ലെങ്കിൽ ടാർഗറ്റ്, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 10 പോയിൻ്റ് എടുക്കാനായിട്ട് ശീലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്കിനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ പിൻവാങ്ങുന്നതിനായിട്ട് നിവർത്തിയുള്ളൂ. നമ്മൾ മാർക്കറ്റ് അടുത്ത ഒരു നല്ല ബ്രേക്കൗട്ട് സ്റ്റേജിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഇനി 95 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സഡൻ ഫാള്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് 90. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് അപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ്
121, 124, 130. ഇതിലേതെങ്കിലും ഒന്ന് 12:47 1 മണിക്ക് ശേഷം 12:55 ശേഷം മാർക്കറ്റിൽ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് 12:55 1:06 ഇടക്ക് ഫാസ്റ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് കടക്കും. ഇൻഡെക്സ് ചാർട്ടിൽ നല്ല കൺസോൾട്ടേഷനാണ്. നമ്മുടെ SMA ഒക്കെ താഴെയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഫാള് വന്നാൽ നല്ല രീതിയിൽ ഒരു ഫാള് വരണം. ആ ഫാള് സപ്പോർട്ട് എടുക്കാനായിട്ടൊക്കെ എവിടം വരെ വരാം? ഈ ഒരു 22,713 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 22,612 ഭാഗത്തേക്കൊക്കെ സപ്പോർട്ട് എടുക്കാൻ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റേ ഏതാണ്ടൊക്കെ ബ്രേക്കൗട്ട് സ്റ്റേജിലാണ്. ഇത് താഴത്തോട്ട് ഈ ഒരു ലെവലിലേക്ക് വരണം, അതായത് 22,712 വരണം. നമ്മൾ 1.5 ബ്രേക്കൗട്ട് പറഞ്ഞത്. ആ 1.5 ക്യാൻഡിലാണ് ഈ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഈ 2 ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഫേസ് ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധനം നേരെ ഡൗണിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. നമ്മുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് 120 യെല്ലോ ലൈൻ നിൽക്കുന്ന ആ ലൈനിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം. അപ്പോൾ ആ ഒരു ഡൗണ് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്തിട്ട് എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ ആ സമയത്ത് നിയറസ്റ്റായിട്ട് സപ്പോർട്ട് എടുക്കാനുള്ള ആ സ്പേസുകൾ ഒന്ന് ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുക്കാം. സെക്കൻഡ് ഈ ഒരു ഭാഗത്ത്, അതായത് ഇവിടെ ഉണ്ട് 22,610 സപ്പോർട്ട് എടുക്കാം. അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബാക്കി പ്ലാനിങ്ങുകൾ. എപ്പോൾ എടുത്ത എൻട്രി ആണല്ലേ? 10:45 എടുത്ത എൻട്രി ആണ്. സമയം 1:07 ഇതുവരെയും 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. നമ്മളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന കേസുള്ളൂ. മനസ്സ് ചഞ്ചലപ്പെട്ടുള്ള ഒരു മെത്തേഡ് ട്രേഡറെ സംബന്ധിച്ച് ലോസിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു ഫാളിങ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 110 നമ്മളുടെ മഞ്ഞ ലൈൻ 120 120, 125 അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാൻ 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഈ ക്യാൻഡിൽ ഈ വൈറ്റ് ലൈന് മുകളിൽ നിൽക്കുകയും വേണം. നെക്സ്റ്റ് ക്യാൻഡിൽ ലോ 107 താഴെ വരാതെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞ ലൈൻ എത്തും. നമ്മൾ പറഞ്ഞ വാക്ക്, അതായത് ഒന്നെങ്കിൽ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ മഞ്ഞ ലൈൻ. അപ്പോൾ 120, 21 റേഞ്ചിലാണ്. അപ്പോൾ 120 നമുക്ക് ഒന്ന് ബ്രേക്ക് ആവണില്ലല്ലോ. 92 മൈനസ് 120 28 പോയിന്റ്. ഫ്യൂച്ചർ ചാർട്ടിൽ ഓൾറെഡി ആ ഒരു ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. യെല്ലോ ലൈൻ ടച്ച് ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചർ ചാർട്ട് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. ഫ്യൂച്ചർ ചാർട്ടിൽ ഇവിടെ ടച്ച് ചെയ്ത് യെല്ലോ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് ചാർട്ടിൽ യെല്ലോ ലൈൻ ടച്ച് ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ മെയിനായിട്ട് ഫ്യൂച്ചർ ചാർട്ട് നോക്കുന്നതിൻ്റെ ആ ഒരു റീസൺ. അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് നിന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതിൻ്റെ റീസൺ. എങ്കിലും നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ക്രോസ് ഓവറിന് വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇങ്ങനെ ധൈര്യത്തോടെ ട്രേഡ് എടുക്കാനും ഹോൾഡ് ചെയ്യാനും സ്റ്റോപ്പ് ലോസ് ഇടാനും പറ്റുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് ട്രേഡിംഗ് വ്യൂവിൽ എനിക്കറിയില്ല, നോക്കുന്നവരുണ്ടാവാം. പക്ഷെ കുറച്ചും കൂടി ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നതും ധൈര്യത്തോടെ ഇരിക്കുന്നതും. വളരെ കുറച്ചും കൂടെ മതി. 22,712 ഒരു 10 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് മാർക്കറ്റ് മുട്ടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. എന്തായാലും മുട്ടും. കാരണം ഈ ഒരു യെല്ലോ ലൈൻ, ഈ ഒരു ഗ്രീൻ ലൈൻ, ഈ ഒരു മഞ്ഞ ലൈൻ ഇതൊക്കെ ടാലിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഡൗൺ, അല്ലെങ്കിൽ ഒന്ന് റീടെസ്റ്റിന് ശേഷം ഡൗൺ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് ആയിട്ട് മുകളിലോട്ട് പോകും. ഈ 3 സെനാരിയോ ഇനി സംഭവിക്കാനുള്ളൂ. ഓക്കെ, 118, 120 നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 122,
അത്രേ ഉള്ളൂ. നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. നമ്മൾ പറഞ്ഞൊരു കാര്യത്തിൽ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. മുട്ടിയില്ലേ? നമ്മൾ തീരുമാനിച്ച ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്ന മാർക്കറ്റ് നമ്മുടേതായിട്ടുള്ള വഴിക്ക് വരും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണും. ഒരു ട്രേഡർ എങ്ങനെയാണ് ഒരു ഓപ്ഷൻ ട്രേഡർ മാർക്കറ്റിനെ നോക്കി കാണേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ട്രേഡിംഗ് എടുക്കണം, എങ്ങനെ ധൈര്യമായിട്ടിരിക്കണം എന്നുള്ളതിന് ഒരു എക്സാക്റ്റ് വീഡിയോ ആണ് ഇതെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ 125 ടാർഗറ്റ്. ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് 122 വരെ പോയിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് അനലൈസ് ചെയ്തത്. പിന്നെ ഏകദേശം ഒരു ക്രോസ് ഓവർ സെക്ഷനിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഏത് രീതിയിലെങ്കിലും മാർക്കറ്റ് പോട്ടെ, നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഒരു ചാർട്ട് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊരു എങ്ങനെ ഒരു ട്രേഡ് എടുക്കണം, എവിടെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നു.